ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പുറത്തുപോയി. അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ച ചില മനുഷ്യർ, ദൈവത്തിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാനുള്ള യോഗ്യത, ആ യോഗ്യത ലഭിച്ച മനുഷ്യരുടെ ജീവിതം എത്ര ശ്രേഷ്ഠമായിരിക്കും. അത് ദൈവം നൽകിയ യോഗ്യതയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഈ ദൈവവചനത്തിന് ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിലെ ചില സംഭവങ്ങളിലേക്ക് നമ്മളുടെ ഹൃദയത്തെയും കൊണ്ടുപോകുന്നെങ്കിൽ ഓർത്തു വയ്ക്കണം, അങ്ങനെ സന്തോഷിക്കുന്ന ജീവിതങ്ങളുണ്ടെന്ന്. അന്ന് കർത്താവിൻ്റെ നാമത്തെ പ്രതി ഇനി സംസാരിച്ചു പോകരുതെന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാരെ മർദ്ദിച്ച് അപമാനിച്ച് പറഞ്ഞയക്കുമ്പോൾ അവർ നിശബ്ദരായിപ്പോയില്ല. അടുത്ത ദിവസം മുതൽ അവർ ദേവാലയത്തിലും എല്ലാ ഭവനങ്ങൾ തോറും ചെന്ന് കർത്താവിനെ പ്രഘോഷിച്ചു. ആ അപമാനം സഹിക്കാനുള്ള യോഗ്യത ലഭിച്ചതിൽ അവർ സന്തോഷിച്ചു. ഇന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ സുവിശേഷ പ്രഘോഷകരുടെ പാദങ്ങൾ എത്ര സുന്ദരം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം.